ബംഗ്ലാദേശിൽ ഒരു വമ്പൻ കലാപം നടക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഈ വമ്പൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതേ തുടർന്ന് യൂനസ് ഒരു ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ്. ആ ആക്രമണവും നശീകരണ പ്രവർത്തനങ്ങളും തടയാനാണ് ഈ ഓപ്പറേഷൻ തുടങ്ങിയത് എന്നാണ് യൂനസ് പറയുന്നത്. ഒറ്റ രാത്രി കൊണ്ട് 1308 പേരെയാണ് ബംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശ് സുരക്ഷാ സേന എന്ന റിപ്പോർട്ടുകളും ഇതോടുകൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഓപ്പറേഷൻ തുടരുമെന്നും എല്ലാ ദുഷ്ടശക്തികളെയും പിടിച്ച് അകത്തിടുന്നത് വരെ ഈ ഓപ്പറേഷന് ഒരു ശമനം ഉണ്ടാകില്ല എന്നുമാണ് യൂനിസ് അറിയിച്ചിരിക്കുന്നത്. ധാക്കയുടെ പ്രാന്തപ്രദേശത്ത് അവാമി ലീഗ് നേതാവിൻ്റെ വസതിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു വിദ്യാർത്ഥി പ്രവർത്തകന് വെടിയേറ്റു അല്ലെങ്കിൽ പരിക്കേറ്റു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രതിഷേധമുണ്ടായി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കലാപത്തിന് അവിടെ തുടക്കമായത്. ഇതോടുകൂടി ആർമി, പോലീസ് അടങ്ങുന്ന സംയുക്ത സേന 24 മണിക്കൂറിൽ മെട്രോപൊളിറ്റിക്കൽ നഗരങ്ങളിൽ ഉൾപ്പെടെ നിന്ന് അന്നത്തെ ദിവസം 274 പേരെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയും ബംഗ്ലാദേശ് കണ്ടു. വെള്ളിയാഴ്ച യൂനിസ് കർശന സമാധാന പരിപാലനത്തിന് ആഹ്വാനം ചെയ്തു. അവാമി ലീഗ് നേതാക്കൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം നിർത്തണം എന്നാണ് യൂനിസ് പറഞ്ഞത്. എന്തായാലും ഈ അവാമി ലീഗ് നേതാക്കൾക്ക് നേരെ ഇപ്പോൾ ബംഗ്ലാദേശിൽ വ്യാപകമായ ആക്രമണം നടക്കുന്നു. നമുക്കറിയാം, ഷേഖ് ഹസീനയുടെ അടക്കം വീട് ഇടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 4 ദിവസമായി അശാന്തി നേരിടുന്നു. മുൻ വിമോചന യുദ്ധകാര്യമന്ത്രി മൊസമൽ ഹക്ക് ഷേഖ് ഹസീനയുടെ അടക്കം വീടുകൾ ആക്രമിക്കപ്പെടുന്നു. എന്നാൽ ഇത് ആക്രമിക്കപ്പെടുമ്പോൾ അവാമി ലീഗും തിരിച്ചടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അവാമി ലീഗ് തിരിച്ചടിക്കുന്ന ഈ സാഹചര്യത്തിൽ നിരവധി വിദ്യാർത്ഥി പ്രവർത്തകർക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കുന്നുമുണ്ട്. അതോടുകൂടിയാണ് ഇപ്പോൾ ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ കൊണ്ടുവരാൻ മുഹമ്മദ് യൂനിസ് തയ്യാറായത്. 4 ദിവസമായി അശാന്തി നേരിടുന്നു. ഗാസിപ്പൂരിലെ ദക്ഷിണ ഖാൻ പ്രദേശത്ത് വെള്ളിയാഴ്ച രാത്രിയാണ് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഗാസിപ്പൂരിൽ 81 അവാമി ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ വൈകുന്നേരം തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിന് പുറത്ത് അജ്ഞാതരായ ആക്രമികൾ ഒരു വിദ്യാർത്ഥിയെ വെടിവെക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിദ്യാർത്ഥി പ്രവർത്തകർക്ക് നേരെ അതിഭീകരമായിട്ടുള്ള ആക്രമണം അവാമി ലീഗും നടത്തുന്നുണ്ട്. എന്നാൽ അതിലും ഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭകർ ഈ അവാമി ലീഗ് പ്രവർത്തകർക്ക് നേരെ നടത്തുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും ഗാസിപ്പൂരിൽ വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമണത്തിന് പിന്നിലുള്ളവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് ആഭ്യന്തര ഉപദേഷ്ടാവായിട്ടുള്ള ജവഹാംഗീർ ആലം ചൗധരി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഉത്തരവാദികളായ പലരെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അറസ്റ്റ് ചെയ്യാത്തവരെ ഉടൻ പിടികൂടുമെന്നും അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കും എന്നും ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സുരക്ഷ നിരീക്ഷിക്കാനായിട്ടുള്ള കമാൻഡ് സെൻറ്ററും ഇപ്പോൾ ബംഗ്ലാദേശിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു കമാൻഡ് സെൻറ്റർ സ്ഥാപിച്ചതായിട്ടാണ് മുൻ ഉപദേഷ്ടാവിൻ്റെ പ്രസ് സെക്രട്ടറി ഷഫീഖുൽ ആലം ഞായറാഴ്ച അറിയിച്ചത്. ഷെയ്ഖ് ഹസീനയും അവാമി ലീഗിനെയുമാണ് ഇപ്പോഴും വിമർശനത്തിന് അവിടെ ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവാമി ലീഗിനെ വേട്ടയാടുകയാണ് അവർ ചെയ്യുന്നത് ഈ ഡെവിൽ ഹണ്ട് ഓപ്പറേഷനിലൂടെ എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.